ഹലോ ഗൈസ്, ഇന്നൊരു കളർ ക്രിയേറ്റ് ചെയ്യാണ്. ബട്ട് അതിനു വേണ്ടി നമ്മൾ ആവശ്യത്തിന് ഇത് പൗഡർ എടുത്തിട്ട് എനിക്ക് ഇത്രയാണ് ആവശ്യം, അപ്പം ഞാൻ അത്ര പൗഡർ എടുത്തോളൂ. എന്നിട്ട് കുറച്ച് പശ ഒഴിക്കണം. കുറച്ച് നിങ്ങൾക്ക് ആവശ്യത്തിന് പശ ഒഴിക്കണം. പശ ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് വാട്ടറും കൂടെ നല്ല വാട്ടറും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല വൃത്തിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള റെഡ് ആണെങ്കിൽ റെഡ്, ബ്ലൂ ആണെങ്കിൽ ബ്ലൂ, അങ്ങനത്തെ. ഞാൻ ഇവിടെ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ബ്ലൂ കളർ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് പശ വന്നുകൊണ്ടിരിക്കുന്നു. ഞാനത് ഇത്ര വശമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വാട്ടർ ഒഴിക്കും. വാട്ടർ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യണം. വാട്ടർ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആവശ്യത്തിന് നന്നായിട്ട് നല്ല വൃത്തിക്കൊന്ന് നല്ല മിക്സ് ചെയ്ത് ആഡ് ചെയ്യണം. മിക്സ് ചെയ്തോ. എന്നിട്ട് ഉജാല ഒഴിക്കണം. എന്നിട്ട് വെള്ളം കുടിപ്പോയെങ്കിൽ കുറച്ച് പശയും കൂടെ ഒഴിച്ചിട്ട് ഉജാല ആഡ് ചെയ്യണം. ഉജാല ആഡ് ചെയ്യണം. നന്നായിട്ട് വെള്ളം കുടിപ്പോയെങ്കിൽ കുറച്ച് പൗഡറും കൂടെ ഇട്ടിട്ട് കുറച്ച് ഉജാല, നിങ്ങൾക്ക് ആവശ്യത്തിന് ഉജാല എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉജാല ഒഴിക്കണം. ഉജാല ഒഴിച്ച് ഉജാല തുറക്കട്ടെ. ഒരു മിനിറ്റ് ഗൈസ്, ഒരു മിനിറ്റ്. ഞാൻ ഇവിടെ ഒഴിക്കാൻ പോകുന്ന ഉജാല ഒഴിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉജാല ഒഴിക്കണം. എന്നിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ല വൃത്തിക്ക് മിക്സ് ചെയ്തിട്ട് നീര് അതൊരു വാട്ടർ പരുവത്തിനാവുന്നവരെ, ഈ കളർ പരുവത്തിനാവുന്നവരെ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് മിക്സ് ചെയ്തപ്പോൾ കിട്ടിയൊരു വയലറ്റും അല്ല ബ്ലൂ അല്ലാത്തൊരു കളറാണ് കിട്ടുക. നല്ല കളറാണ് കിട്ടുക. ഇട്ടൊരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ തേച്ച് നല്ല കളറാണ് ഗൈസ്. പേപ്പറിലല്ല ഞാൻ തേച്ചത്, അതാ ഇങ്ങനെ. അപ്പോൾ പേപ്പറിൽ തേച്ച് നോക്കും. താങ്ക് യു, ബൈ. ഇതാണ് എനിക്ക് കിട്ടിയത് ഫൈനൽ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ.